യുക്രൈന്റെ നുഴഞ്ഞുകയറ്റത്തിൽ വീണ്ടും അമേരിക്കയെ പഴിചാരി റഷ്യ. കേഴ്സ് മേഖലയിലെ പാലം തകർത്തത് അമേരിക്കൻ നിർമ്മിത റോക്കറ്റുകൾ ഉപയോഗിച്ചാണെന്നാണ് റഷ്യയുടെ ആരോപണം. യുക്രൈൻ ആക്രമണത്തിൽ നിരവധി സന്നദ്ധ പ്രവർത്തകർക്ക് ജീവൻ നഷ്ടപ്പെട്ടുവെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കരയാണ് ചേരുന്നത്. മധു, ഗുഡ് ഈവനിംഗ് ആണ് ഇവിടെ ഗുഡ് മോർണിംഗ് ആണ്. അപ്പോൾ ഗുഡ് ഈവനിംഗ്. ഇപ്പോൾ ഈ എല്ലാത്തിനും ഈ നുഴഞ്ഞുകയറ്റത്തിന് കാരണം അമേരിക്കയാണ് എന്ന് പഴിചാരിയിരിക്കുകയാണല്ലോ റഷ്യ. ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന സ്മിത. റഷ്യൻ അതിർത്തി കടന്ന് കെഴ്സ്കിലെ പാലം യുക്രൈൻ തകർത്തത് റഷ്യക്ക് വലിയ തിരിച്ചടിയും ഒരു നാണക്കേടുമായിട്ട് മാറിയിരിക്കുകയാണ്. അമേരിക്കൻ നിർമ്മിത ഹിമാർസ് റോക്കറ്റ് ഉപയോഗിച്ചാണ് ഈ പാലം തകർത്തതെന്നാണ് റഷ്യ ഏറ്റവും പുതിയതായിട്ട് ആരോപിക്കുന്നത്. ഇതാദ്യമായിട്ടാണ് കെഴ്സ്കിൽ അമേരിക്കൻ നിർമ്മിത റോക്കറ്റുകൾ പതിക്കുന്നതെന്നാണ് ഈ ആക്രമണത്തെ അപലപിച്ച് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം വക്താവ് മരിയ സഖാറോവ പറഞ്ഞത്. ഇവിടെ നിന്ന് ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ എത്തിയ സന്നദ്ധ പ്രവർത്തകരും ഈ റോക്കറ്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. അമേരിക്കൻ നിർമ്മിത ഹിമാർസിന്റെ റേഞ്ച് ഏതാണ്ട് 80 കിലോമീറ്റർ ആണെന്ന് ഓർക്കണം. അതേസമയം 35 കിലോമീറ്ററും പിന്നിട്ട് വീണ്ടും കൂടുതൽ ഉള്ളിലേക്ക് സൈന്യം മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്നാണ് യുക്രൈൻ ആർമി ചീഫ് പറയുന്നത്. ഏതാണ്ട് 1100 ചതുരശ്ര കിലോമീറ്ററിൽ ഏതാണ്ട് 82ഓളം റഷ്യൻ സെറ്റിൽമെന്റ്സ് ഇപ്പോൾ യുക്രൈന്റെ നിയന്ത്രണത്തിലായി കഴിഞ്ഞു. യുക്രൈന്റെ ആക്രമണത്തെ റഷ്യൻ സൈന്യം പ്രതിരോധിക്കുന്നുണ്ടെങ്കിലും ഈ സെറ്റിൽമെന്റുകളൊന്നും തിരിച്ചു പിടിച്ചെടുക്കുവാൻ റഷ്യൻ സേനയ്ക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. കെഴ്സ്കിലെ ഈ അതിർത്തി കടന്ന് അവിടെ ഒരു ആണവ നിലയമുണ്ട്. ആണവ നിലയത്തിന്റെ തൊട്ടടുത്തുള്ള ഗ്രാമങ്ങൾ വരെ യുക്രൈൻ സേന എത്തിക്കഴിഞ്ഞു. ഈ ആണവ നിലയത്തിനെ ഒരുപക്ഷെ ആക്രമിച്ചായിരിക്കും യുക്രൈൻ പദ്ധതി ഇടുന്നുണ്ടെന്നാണ് റഷ്യ ആരോപിക്കുന്നത്. ഈ യുക്രൈൻ റഷ്യക്കുള്ളിൽ US നിർമ്മിത ആയുധങ്ങൾ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്നാൽ ഇതുവരെയും അമേരിക്ക ഒരു വ്യക്തമായ നിലപാടെടുത്തിട്ടില്ല. ആയുധങ്ങൾ യുക്രൈന് നൽകുമ്പോൾ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടോന്നും അമേരിക്ക പറഞ്ഞിട്ടില്ല. ആയുധങ്ങൾ കൊടുക്കുമ്പോൾ ഒരു വര വരച്ചിട്ടുണ്ടായിരുന്നു. അത് എന്താണെന്ന് അമേരിക്ക പറയാതിരിക്കുമ്പോഴും ഈ ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിൽ യുക്രൈൻ ഇപ്പോഴും സാങ്കേതികമായ ലംഘനങ്ങൾ ഒന്നും നടത്തിയിട്ടില്ലെന്നാണ് അമേരിക്കയുടെ പക്ഷം. ക്രിസ്റ്റീന സ്മിത. താങ്ക് യു. മധു കൊട്ടാരക്കരയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ യുക്രൈൻ കൂടുതൽ പ്രദേശത്തേക്ക് കടന്നു എന്നുള്ള വാർത്തകൾ ആദ്യം തള്ളിയ റഷ്യ ഇപ്പോൾ അതേതായാലും ശരിവയ്ക്കുന്നുണ്ട്. ഇപ്പോൾ അമേരിക്കയാണ് വില്ലൻ എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ റഷ്യ ഉന്നയിക്കുന്നത്. നമുക്ക്